എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ തർക്കത്തിൽ ഔദ്യോഗിക തീരുമാനം വൈകുകയാണ്. ക്രിസ്തുമസ് ദിവസം ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് ധാരണയായിട്ടുണ്ടെങ്കിലും സമയം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ക്രിസ്മസിന് ശേഷം ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന വത്തിക്കാൻ നിർദ്ദേശം നടപ്പാക്കുമോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. ഡാനി തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഡാനി, ഈ വത്തിക്കാൻ പ്രതിനിധി വന്ന് എല്ലാം സമവായത്തിലെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നൊക്കെ കരുതിയതാണല്ലോ. ഈ ക്രിസ്മസ് ദിനം അടുക്കുമ്പോഴും അതിലൊരു അനിശ്ചിതത്വം നീങ്ങുന്നില്ലല്ലോ. എൽദോ, സാഹചര്യങ്ങൾ പഴയ പോലെ തന്നെയാണ് ഈ സമയം വരെയും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനൊരു അയവ് വരും, അല്ലെങ്കിൽ വത്തിക്കാൻ നിർദ്ദേശം അത് നടപ്പാക്കപ്പെടും ഘട്ടം ഘട്ടമായെങ്കിലും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഇതിലൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു സമവായത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നതാണ്. അതിൽ ക്രിസ്തുമസ് ദിനത്തിൽ ഏകീകരിച്ച സിനഡ് കുർബാന ക്രിസ്തുമസ് ദിനത്തിൽ ചൊല്ലുമെന്നും അതോടൊപ്പം തന്നെ മൈനർ സെമിനാരികൾ നടപ്പാക്കുമെന്നും എല്ലാ പള്ളികളിലും ഈ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന ചൊല്ലുമെന്നും പിന്നീടുള്ള കാര്യം അത് വർഷത്തിലൊരിക്കൽ ഇത്തരം ഈ ഏകീകൃത കുർബാന ചൊല്ലാം, മറ്റുള്ള പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. താൽക്കാലികമായ ഒരു പരിഹാരം എന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം ഒരു തീരുമാനത്തിനും അത്തരം ഒരു സമവായ സാധ്യതകളും പിന്നീട് അതിൽ തർക്കങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവായി ഇപ്പോൾ ഒരു നിർദ്ദേശവും ഇപ്പോൾ എത്തിയിട്ടില്ല, ഈ നിമിഷം വരെയും എത്തിയിട്ടില്ല. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ട വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൾ വാസൽ കഴിഞ്ഞ ദിവസം മടങ്ങുകയും ചെയ്തു. 26-ന് അദ്ദേഹം വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി ചർച്ച നടത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അറിയിപ്പിലേക്ക് വന്നിട്ടില്ല. നിലവിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, അത് ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് എന്നതാണ് ഇപ്പോഴുള്ള വിമതപക്ഷത്തിന്റെ വൈദികരുടെ അടക്കമുള്ള ഒരു നിലപാട്. അതിനനുസരിച്ചാണെങ്കിൽ ക്രിസ്തുമസ് ദിനത്തിൽ കുർബാന ചൊല്ലും, സിനഡ് കുർബാന ചൊല്ലും. അടഞ്ഞുകിടക്കുന്ന സെന്റ് മേരീസ് ബസിലിക്ക അന്ന് തുറക്കുകയും ആ ദിവസം നടക്കുന്ന കുർബാന ഇപ്പോൾ അതിന്റെ ചുമതലയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള ബിഷപ്പ് ബോസ്കോ പുത്തൂർ അത് നിർവഹിക്കുകയും ചെയ്യും, കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. പക്ഷെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നു. അതോടൊപ്പം മറ്റു പള്ളികളിൽ പാതിരാ കുർബാനയാണോ അതോ അതിനുശേഷം നടക്കുന്ന കുർബാനയാണോ ഏകീകൃത കുർബാന ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ ഇന്നലെ രാത്രി വൈകിയും ചേർന്ന ഈ വൈദിക സമിതി യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ചൊരു അവ്യക്തത, ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഏത് രീതിയിലൊരു ഇടപെടൽ അതിനു മുൻപ് ഉണ്ടാകും എന്നാണ് അറിയേണ്ടത്. എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ സെന്റ് മേരീസ് ബസിലിക്ക തുറന്ന് ഏകീകൃത കുർബാന ചൊല്ലാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ ശരി, ഡാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതിൽ ഒരു അനിശ്ചിതത്വം അത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമവായത്തിലേക്ക് എത്തിയെന്ന് കരുതിയതാണ്, പക്ഷേ അതല്ല സാഹചര്യം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.